നമസ്കാരം. നാളെ സെപ്റ്റംബർ 12 നമ്മുടെ ടൊവി ബ്രോന്റെ ARM റിലീസാണ്. നമ്മുടെ സുഹൃത്ത് ജിതിനാണ് അത് ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. 3D സിനിമയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. അതേപോലെ സെപ്റ്റംബർ 12 നാളെ തന്നെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസാവുന്നുണ്ട്. ആ സിനിമ ഒരു നല്ല ഇന്റൻസ് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് അതിന്റെ ഭയങ്കര ഇൻട്രീഗിംഗ് ആയിട്ടുള്ള ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പൊ ബ്രോ എന്റെ അതിന് നമുക്ക് ആലോചിച്ചിട്ടുണ്ട്. സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും ഇത്തവണ ഓണം റിലീസുമായി പ്രതീക്ഷ നൽകുന്ന ഒട്ടനവധി ചിത്രങ്ങളാണ് എത്തുന്നത്. ടൊവിനോ ട്രിപ്പിൾ റോളിൽ എത്തുന്ന അജയന്റെ രണ്ടാം മോഷണം, ആന്റണി വർഗീസിന്റെ കൊണ്ടൽ, ആസിഫ് അലിയുടെ സസ്പെൻസ് മിസ്റ്ററി ചിത്രം കിഷ്കിന്ദ കാണ്ഡം എന്നിവയോടൊപ്പം തന്നെ ബാഡ് ബോയ്സ്, കുമ്മാട്ടിക്കളി, ഗ്യാങ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്നിവയാണ് ഇത്തവണത്തെ ഓണചിത്രങ്ങൾ. തങ്ങളുടെ സിനിമകളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ടൊവിനോ തോമസ്, ആസിഫ് അലി, ആന്റണി വർഗീസ് എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ആള് ഞാനാണ്. സെപ്റ്റംബർ 13 അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന, അജിത് മാമ്പള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട്, കൊണ്ടൽ. നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ. ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോ 13 കൊണ്ടലുണ്ട്. നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഒരുപാട് നാൾ കൂടി നമ്മൾ കാണാൻ പോകുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു 3D ഫിലിം. ARM, അജയന്റെ രണ്ടാം മോഷണം, ടൊവിനോ തോമസ്. ഓക്കെ, എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള 2 പടങ്ങളാണ്. അതിനോടൊപ്പം കിഷ്കിന്ദ കാണ്ഡം റിലീസുണ്ട് നാളെ. ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത്. അപ്പോൾ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. തിയേറ്ററിലേക്ക് വരിക. ഈ ഓണം നമുക്ക് 3 പേരെയും വിമർശിച്ചുകൊണ്ട് നടിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാം രംഗത്ത് വരുന്നത്. ആസിഫും ടൊവിനോയും ആന്റണിയും തങ്ങൾ പ്രധാന വേഷത്തിലെത്തുന്ന 3 സിനിമകൾ മാത്രം ഒന്നിച്ചെത്തി പ്രൊമോട്ട് ചെയ്യുകയും മറുവശത്ത് മറ്റ് സിനിമകളെ അവഗണിച്ചു എന്നുമാണ് ഷീലു എബ്രഹാം ആരോപിക്കുന്നത്. സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇവരുടെ ഈ പ്രവൃത്തിയെന്നും അവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ടൊവിനോ, ആസിഫ്, പെപ്പെ, പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി. നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ 3 ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നതെന്നും ഷീലു ഫേസ്ബുക്കിൽ കുറിച്ചത്. ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കമ്മാട്ടിക്കളിയും ഗ്യാങ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം തഴഞ്ഞു. ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ്. സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളെക്കാളും പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ. നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ്. ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ, എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ എന്നും അവർ കുറിച്ചു. ഷീലു എബ്രഹാമിന്റെ ഈ ഒരു പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് ബാഡ് ബോയ്സിന്റെ സംവിധായകനായ ഒമർ ലുലുവും എത്തി. ആസിഫ്, ടൊവിനോ, പെപ്പെ, നിങ്ങൾ എല്ലാവരും സിനിമയിൽ കഷ്ടപ്പെട്ട് വന്നവരല്ലേ? എല്ലാ സിനിമകൾക്കും ഒരേ കഷ്ടപ്പാടല്ലേ? എന്തിനാണ് ഞങ്ങളെ അവഗണിച്ചത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഷീലു എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള അബ മൂവീസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബാഡ് ബോയ്സ്. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ താരം അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഷീലു എബ്രഹാമിന്റെ വിമർശനത്തിനുള്ള ചില മറുപടികളും കമന്റ് ബോക്സിൽ കാണാം. എല്ലാവരും അവരവരുടെ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവർ സിനിമയിൽ സുഹൃത്തുക്കളായതും കുശുമ്പും കുന്നായ്മകളും ഇല്ലാതെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും കൊണ്ട് സിനിമകൾ പ്രൊമോട്ടും ചെയ്യുന്നു. അതിനെ അഭിനന്ദിക്കണം. സിനിമകൾ നല്ലതാണെങ്കിൽ എല്ലാ സിനിമകളും വിജയിക്കും എന്നാണ് ഒരാൾ ചെയ്ത കമന്റ്. അവർ അഭിനയിച്ച പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോഷൻ ചെയ്യുന്നു. അതിനപ്പുറം എന്ത് പവർ ഗ്രൂപ്പ്? വിവാദമുണ്ടാക്കി നമ്മുടെ പടത്തിന് പ്രൊമോഷൻ ഉണ്ടാക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ഏതായാലും ചേച്ചിയുടെ പടമടക്കം ഓണത്തിനിറങ്ങുന്ന എല്ലാ പടങ്ങൾക്കും ആശംസകൾ എന്നൊരു മറ്റൊരു പ്രേക്ഷകനും കുറിച്ചു. നിങ്ങളുടെ സിനിമകൾക്കൊപ്പം ഇറങ്ങിയ മറ്റ് എത്ര സിനിമകൾക്ക് നിങ്ങൾ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്? നിങ്ങളുടെ സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ കാണും. അവരുടെ സിനിമകളും അങ്ങനെ തന്നെ. അവർ ഇങ്ങനെയൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നില്ല എങ്കിൽ നിങ്ങൾ അവരുടെ സിനിമകളെ കൂടി ചേർത്ത് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമോ എന്നായിരുന്നു മറ്റൊരു കമന്റ്. ബാഡ് ബോയ്സിന്റെ പ്രീ ബുക്കിംഗ് കണ്ട് പേടിച്ചു കാണും.
അവർ അതാണ് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ പ്രമോഷനൊക്കെ. ഇവരുടെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞത് തന്നെ ഇങ്ങനെയുള്ള സർക്കാസം കമന്റും കൂട്ടത്തിലുണ്ട്. അതേസമയം തന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് കുറ്റപ്പെടുത്താം, പക്ഷെ അവഗണിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയൂ എന്നാണ് ഈ കമന്റുകളോട് ഷീലു എബ്രഹാം പ്രതികരിക്കുന്നത്.